ഞങ്ങൾ കൊല്ലങ്കോട്ടേക്ക് ഒരു യാത്ര പോവുകയാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഇരുമ്പാമ്പുളി കൊണ്ടുവന്നിട്ട് കഴിക്കുകയായിരുന്നു. റംസു ആണെങ്കിൽ ഞാൻ എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്നു പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് വീഡിയോ എടുപ്പിച്ചതാണ്. അവസാനം പാളിപ്പോയി. ഇനി അടുത്തത് അലീഫ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അലീഫ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ലതുപോലെ കഴിച്ചു. പുറകിലായിട്ട് പാത്തുക്കുട്ടിയും നിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ജംഷി ബിരിയാണി ആയിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ആദ്യം കഴിക്കാൻ കൊടുത്തു. അതിന് പിന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങളിവിടെ പുറത്ത് തന്നെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെയാണ് ഇരുന്ന് കഴിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ജംഷിൻ്റെ വീട്ടിലുണ്ടായിരുന്ന മാങ്ങയായിരുന്നു. റംസു അത് കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞ് അവളുടെ ഹസ്ബൻഡ് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ആദ്യം വന്നത് ചിങ്ങഞ്ചിറ അമ്പലത്തിലേക്കാണ്. ഇവിടെ വെച്ചിട്ടാണ് മാണിക്കക്കല്ലൊക്കെ ഷൂട്ട് ചെയ്തത്. ഇവിടെ ഇങ്ങനെ ആൽമരങ്ങളും അതിൽ കുറേ അതിൻ്റെ വള്ളികളൊക്കെ തൂങ്ങിക്കിടക്കണതൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ അതിൽ ഊഞ്ഞാലാടുകയൊക്കെ ചെയ്തു. റംസു പേടിച്ചിട്ട് വേഗം ഇറങ്ങിപ്പോയി. ആദില മോള് വന്നിട്ടുണ്ട്. അവളതിലൊന്ന് ഊഞ്ഞാലാടി. ഇതാണ് കേട്ടോ അവിടുത്തെ അമ്പലം. അമ്പലത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്കൊന്നും അറിയില്ല. അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴായിരുന്നു ഇവിടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവർ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത്. അത് അവരുടെ ഒരു വിശ്വാസം. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ മരത്തിൻ്റെ മുകളിൽ ഒരു അതിഥിയെ കണ്ടു. അവിടെ ഇരുന്ന് എല്ലാവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റംസു അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഞാനപ്പോൾ അവനെ വേഗം പിടിച്ച് മാറ്റിയതായിരുന്നു അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഐസും വാങ്ങിച്ച് കഴിച്ച് അവിടെ നിന്ന് പിന്നെ അങ്ങനെ നേരെ പോയത് സീതാർകുണ്ടിലോട്ടാണ്. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. അതിനടുത്തായിട്ട് തന്നെ ഫ്രഷ് ആവാനുള്ള സൗകര്യമുണ്ട്. യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവർക്ക് വേണമെങ്കിൽ ആവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടന്നു പോകണം. പോകുന്ന വഴിയിലൂടെ ഒരു അമ്മൂമ്മ മുറം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ. ഇത് കുറച്ച് റിസ്ക് പിടിച്ച് കയറി പോകേണ്ട വഴിയാണ്. അപ്പോൾ ഇതാ എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങൾ ദുബായിൽ നിന്ന് വന്ന ചങ്കാണ്. പിന്നെ ഇവനിവിടെ തന്നെ ഉള്ള ആളാണ്. അടുത്ത രണ്ടാൾക്കാർ പുറകിൽ വരുന്നുണ്ട്.
ഇവിടെ എല്ലാവരും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല, ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. കുട്ടികളൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞ് കരയൊക്കെ ചെയ്തു, പക്ഷെ ഞങ്ങൾ ആരെയും ഇറക്കിയില്ല. ഞങ്ങൾ അവിടെയെല്ലാം ഒന്ന് കറങ്ങി കണ്ട ശേഷം തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് ഇരുട്ടായി കേട്ടോ. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന് കടലയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഫുഡ് കൂടെ കഴിച്ചിട്ട് പിരിയാമെന്ന് പറഞ്ഞ് പ്ലാനിട്ടു. സോഷ്യൽ കിച്ചണിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു. ഒരു ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങളാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടെ ചെയ്യണേ.